വേറെ സുന്ദരമാണ്ടിപുരത്തേക്ക് പോകുന്ന ബസ്സിലാണ് ഞാൻ. ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ഉണ്ട് സുന്ദരമാണ്ടിപുരത്തേക്ക്. ഈ ബസ് ശരിക്കും സുരണ്ടൈ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സുന്ദരമാണ്ടിപുരത്ത് നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ ഇടുങ്ങിയ വഴിയാണ്. 2 ബസ്സുകൾ ഒരുമിച്ച് വന്നിട്ട് അങ്ങോട്ട് കൊണ്ട് കടന്നു പോകുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടില്ല വഴിയാണ്. ഞാൻ ഈ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ കണ്ടക്ടർ സീറ്റിലൂടെ കയറിയിരിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള കാഴ്ചകൾ എനിക്കങ്ങനെ ലഭ്യമല്ല റോഡിൻ്റെ. ഇടതുവശത്തെ കാഴ്ചകൾ മാത്രമേ ഞാൻ ക്യാമറയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. പഴയ തമിഴ് രീതിയിലുള്ള കെട്ടിടങ്ങൾ, ഒരു പഴയ ഛായയിലുള്ള തമിഴ് ഗ്രാമങ്ങളുടെ ഛായയിലുള്ള ഗ്രാമങ്ങളാണ് ഇപ്പോഴും ഈ തെങ്കാശിയുടെ നമ്മൾ സുന്ദരമാണ്ടിപുരത്തേക്കുള്ള വഴികൾ നിറച്ച്. ഇതുപോലെ ചെറിയ പുതു തലമുറ കെട്ടിടങ്ങളും ഒക്കെ വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഏതായാലും അവരുടെ ജീവിത ശൈലിയിൽ പ്രകടമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതുപോലത്തെ ഇടുങ്ങിയ തെരുവുകളിലൂടെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. കുറച്ച് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വലത്തോട്ട് റോഡ് 2ആയിട്ട് തിരിഞ്ഞൊക്കെ വലത്തോട്ടുള്ള റോഡിലേക്ക് ഞാൻ പോകുന്ന ഇടത്തോട്ട് എങ്ങോട്ടാണ് വഴിയെന്നും ഞാൻ പ്രത്യേകിച്ച് ആരോടും അന്വേഷിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ തമിഴ്നാട് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങൾ, പലതും വീടുകളാണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കാഴ്ചകൾ ഇതൊക്കെയാണ്. ഈ ഒരു വളവ് വളരെ ഒരു വീതി കുറഞ്ഞൊരു വളവാണ്. എതിർവശത്ത് നിന്ന് ഒരു ചെറിയ ഒരു ബേസ് വന്നപ്പോഴത്തേക്കും ഒരു 2 വണ്ടി കടന്നു പോകാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. ചെറിയ വണ്ടി ഒന്ന് പുറകിലേക്ക് എടുക്കേണ്ടി വന്നു. എന്തായാലും അവിടെ കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കുറേ പരിശീലനങ്ങൾ, അതിലൊക്കെ കുറേ ഇരിക്ക് ആ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പാറയുടെ പുറത്ത് വൈക്കോല് കൂന കൂട്ടിയിട്ട് ഇരിക്കുന്നു. ഒരു ചെറിയ തോട്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരുവിധം നല്ല ഒരു വലിയ തടാകം തന്നെ. അതുപോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് നല്ല കാറ്റാണ്. ഈ പോകുന്ന ഒരു പാറയുടെ എതിർവശത്ത് ആണ് അന്യൻ പാറ എന്ന് പറഞ്ഞ അന്യൻ സിനിമയ്ക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു പാട്ടിന് ലൊക്കേഷനായിട്ടുള്ള സ്ഥലം. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് തമിഴ് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. പല നമ്മൾ കണ്ടിട്ടുള്ള പല പ്രസിദ്ധമായ തമിഴ് പടങ്ങളും ഈ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത്ര ചെറുതല്ലാത്തൊരു തടാകമാണ് ഇപ്പോൾ മുമ്പിൽ. ഇതിൻ്റെ കുറേ അകലെയായിട്ട് നമ്മുടെ പശ്ചിമഘട്ട നിരകളുടെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ അപ്പുറത്ത് കേരളമായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ വിൻമില്ലുകൾ വളരെ ധാരാളമായിട്ടുണ്ട്. ഇത്രയും ശക്തമായിട്ടുള്ള കാറ്റ് അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് വിൻമില്ലുകളുടെ കാഴ്ച ധാരാളമായിട്ടുണ്ട് ഇവിടെ. ഈ വിൻമില്ലുകൾ തമിഴ്നാടിന് ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ഒരു വൈദ്യുതിയുടെ അളവ് ഒരു വർഷം ശരിക്കും തമിഴ്നാടിൻ്റെ ഉപഭോഗത്തിൻ്റെ ഏതാണ്ട് ഒരു 35% വരെ ഈ വിൻമില്ലുകളിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വൈദ്യുതി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ കുറേ കരിമ്പനകൾ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഇതേപോലെ വീണ്ടും കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും തരിശായിട്ട് കിടക്കുന്ന ഭൂമികളുണ്ട്. ആണെങ്കിലും ഇത് കാണാൻ ഒരു പ്രത്യേക ചന്തോട്ടം. ഇടയ്ക്കിടയ്ക്ക് റിയൽ എസ്റ്റേറ്റ് പരിപാടിക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയ മാന്തോപ്പുകളുണ്ട്. ഇതേപോലെ എല്ലാ കൃഷി പരിസരത്തുണ്ട്. ഇതുപോലെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ കുറേ വീടുകൾ, സ്ഥലം ഭൂമി മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടേക്കും. ഇതുപോലെയുള്ള ചെറിയ കൃഷി സ്ഥലങ്ങളുടെ കാഴ്ചകൾ
ഏതായാലും സുന്ദർപാണ്ഡിപുരം എത്ര പോകണ്ടായി പ്രാവശ്യം പൂവ് കാണണമെങ്കിൽ പൂവ് വളരെ കുറവാണ്. വളരെ കുറച്ച് സ്ഥലത്തേ അവർ കൃഷിയുള്ളൂ എന്നാണ് കണ്ടക്ടർ എന്നോട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഒരു സ്റ്റോപ്പ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ച് ഇരിക്കുക ഞാൻ. ഞാനിപ്പോൾ സുന്ദരപാണ്ഡിപുരത്തേക്ക് എത്തിയില്ല. അതിനു മുമ്പ് ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു ഇവിടെ ഒരു സ്ഥലത്ത് പൂവുണ്ട്, സുന്ദരപാണ്ഡിപുരത്തും സൊറണ്ടയിലും പൂവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി തൊട്ടടുത്തുള്ളൊരു കടയിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കയറി. അവിടുത്തെ ചേച്ചി ഇടുക്കിക്കാരിയായിരുന്നു. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അറിയണ സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ആ കണ്ടക്ടർ കാണിച്ച സ്ഥലത്തേക്കാളും കൂടുതൽ പൂവുണ്ട് വേറൊരു വഴിക്ക്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഒരു ലിഫ്റ്റ് വന്നു തൊട്ടടുത്ത് ഉള്ളൊരു സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് തന്നെ പൂവ് കാണാം. അപ്പോൾ പൂവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സൂര്യകാന്തിയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഏതൊക്കെയോ സ്ഥലത്തോടെയാണ് പോകുന്നത്. ഒരു ട്രസ്റ്റാന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും വീസ വല്ലതും കൊടുക്കണമായിരിക്കും. ഉണ്ട് ഇവിടെ വെള്ളം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല മഴ. ഇവിടെ പൈപ്പിൽ വെള്ളം അടിച്ച് ഇത് ചെയ്യാണ്. ചേച്ചി ഉണ്ട്. ചേച്ചി എന്നെ എന്താ പൂ പാക്കെടുക്കാൻ? ഇത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അന്യംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതങ്ങോട്ട് തിരിച്ച് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പൂവുണ്ട്. നമുക്കൊന്ന് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട്. നല്ല വിശാലമായിട്ടുള്ള പാടമാണ്. ആദ്യം അവിടെ തമിഴ്നാട്ടിലെ ഒരു പാടത്ത് കൂടെ നടക്കുന്നത്. ഇവിടെ മുമ്പിലായിട്ട് വേറെ എന്തോ ഒരു കൃഷിയുണ്ട്. പയറാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നിറച്ച് പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അമരയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമരപ്പയറാണെന്ന് തോന്നുന്നു. നേരെ അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഇവിടെ നോക്കുമ്പോൾ കുറേ കാറ്റാടി യന്ത്രങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ട്. അകലെയാണ്. കാറ്റാടി യന്ത്രങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ട്. കുറേ അകലെയാണത്.